കാട്ടാന ബേലൂർ മഗ്നയെ ട്രാക്ക് ചെയ്ത വനംവകുപ്പ്. ആന മണ്ണുണ്ടി വനമേഖലയിൽ തന്നെയെന്ന് സൂചന. വയനാട് ബാവേലി വനമേഖലയുടെ ദേശീയപാത മറികടന്ന് കാട്ടാന വനത്തിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യം ഞങ്ങളുടെ ക്യാമറമാൻ ജയേഷ് വിലിയോടി ക്യാമറയിൽ പകർത്തി. രാവിലെയാണ് കാട്ടാന റോഡ് ക്രോസ് ചെയ്യുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. ലതീഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ലതീഷ്, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ദൗത്യ സംഘത്തിൽ നിന്നും ലഭിക്കുന്നത്? ഏത് സമയത്ത് മയക്കുവെടി വയ്ക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടോ? ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു? കീർത്തി, ആനയെ വീണ്ടും ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണുണ്ടി വനമേഖലയിൽ തന്നെ ആന തുടരുന്നു. ഉൾവനത്തിലാണ് ആനയുള്ളത്. കുങ്കിയാനകളുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ദൗത്യസംഘം ആനയ്ക്ക് ചുറ്റും വളഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്തല്ല, മയക്കുടി വെക്കാവുന്ന ഒരു സാഹചര്യം നിലവിലുള്ള ഉൾവനമാണ്, ഇടതൂർന്ന വനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 2 മണിയോടുകൂടി നിലവിലെ ഒരു വിവരം നൽകാൻ കഴിയും. എന്താണ് ഓപ്പറേഷൻ്റെ ഇതുവരെയുള്ള ഒരു പുരോഗതി സംബന്ധിച്ച വിവരം നൽകാൻ കഴിയുമെന്നാണ് CCF KS ദീപ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 2 മണിയോടുകൂടി അത്തരത്തിലൊരു ശുഭകരമായ വാർത്ത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും രാവിലെ കൂടുതൽ ആനയെ ലൊക്കേറ്റ് ചെയ്യാനും വനപാലകരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും കഴിഞ്ഞിരുന്നു. ആ ഘട്ടത്തിലും ആന ഉൾവനത്തിലേക്ക് തന്നെ തിരിച്ചു കയറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് കുറേ സമയം സിഗ്നൽ ലഭിക്കാത്ത ഒരു നിലയുണ്ടായി. പിന്നീട് ഉച്ചയോടുകൂടി ഒരു 12 മണിയോടുകൂടി വീണ്ടും സിഗ്നൽ ലഭിക്കുകയും കൂടുതൽ RRT സംഘങ്ങൾ ആനയ്ക്ക് സമീപത്തേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അനുയോജ്യമായൊരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ അധികം വൈകാതെ തന്നെ മയക്കുവെടി വെക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഉൾവനത്തിലാണ് ആന നിൽക്കുന്നത് എന്നതും മയക്കുവെടി വെക്കാനുള്ള ഒരു പ്രതിബന്ധമായി തുടരുന്നുണ്ട്. RRT സംഘങ്ങൾ കൂടുതൽ എത്തിയിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്നും മണ്ണാർക്കാട് നിന്നും കൂടുതൽ RRT സംഘങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം തിരുവനന്തപുരത്ത് ചേരുകയും കർണാടകയുമായി ചേർന്നുകൊണ്ടുള്ള ഓപ്പറേഷൻ കൂടുതൽ സജീവമാക്കാനും ഈ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി പ്രത്യേക ചർച്ച വ്യാഴാഴ്ച നടത്താനുമെല്ലാമുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ തലത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനം കൂടി വന്നിട്ടുണ്ട്. നിലവിൽ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നില്ല എന്നത് ആശ്വാസകരം തന്നെയാണ്. എന്നാൽ പൂർണ്ണമായും മയക്കുവെടി വെക്കാൻ പാകത്തിൽ ആന ഇപ്പോഴും എത്തിയിട്ടില്ല. മണ്ണുണ്ടി കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ ബാവലി വനമേഖല കേന്ദ്രീകരിച്ചും ഊർജിതമായ ഓപ്പറേഷൻ തന്നെയാണ് 3ാം ദിനവും തുടരുന്നത്. കീർത്തി, ശരി, ലതീഷാണ് ആ വിവരങ്ങൾ നൽകി.